1281 ഇസ്രായേലിയർ യുദ്ധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 20 ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടതായി തെഹ്റാൻ ടൈംസ് തസ്നീം എന്ന ചാനലിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു. ഇത് ഒരു പ്രാധാന്യമുള്ള റിപ്പോർട്ടായിട്ടും ഒരു വിഷയമായിട്ടും അന്താരാഷ്ട്ര മീഡിയകൾ ഇപ്പോൾ ആഘോഷിക്കുന്നു. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് വരികയാണ്. അഥവാ 100% ഇസ്രായേൽ നടക്കുന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു, ഒന്നുപോലും പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ അടക്കമുള്ള മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ മരണപ്പെടുകയോ അതല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതുപോലും എംബസിയോടോ ബന്ധപ്പെട്ട കോൺസുലേറ്റിനോടോ ഇസ്രായേൽ പറയുന്നില്ല എന്നൊരു പരാതി നിലനിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ഡിമോണ എന്ന് പറയുന്ന ആണവ കേന്ദ്രം, അറാദ് എന്ന് പറയുന്ന ആണവ കേന്ദ്രവും നഗരവും, ഈ രണ്ട് പ്രദേശത്തും ഉണ്ടായിരിക്കുന്ന മരണസംഖ്യ എത്രയെന്ന് ഇപ്പോഴും കൃത്യമല്ല. അത് ഭീകരമാണ് എന്ന തരത്തിലാണ്. അവിശ്വസനീയമായിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇസ്രായേൽ നടക്കുന്നത് എന്നുള്ളതും തസ്നിയ റിപ്പോർട്ട് ചെയ്യുന്നു. തെഹ്റാൻ അത് ഉദ്ധരിച്ചുകൊണ്ട് അത് റിപ്പീറ്റായിട്ട് റീട്വീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നടക്കുന്ന സംഭവം ഇങ്ങനെയാണ്. ജൂതന്മാരുടെ ഈ മതപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുകയും അതിന് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന വിഭാഗമാണ് റബ്ബിമാർ എന്ന് പറയുന്നത്. അവരാണ് മത ആചാര അനുഷ്ഠാന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യത്തുള്ള ഇസ്രായേലിലുള്ള നിയമത്തിന് ഒരുപാട് ഇളവുകളുണ്ട്. അതിലൊന്നും അവർക്ക് സൈന്യത്തിൽ ചേരേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ വെടിവെപ്പ്, അതുമായി ബന്ധപ്പെട്ട ദുരന്തവും വിഷയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് മതപ്രബോധനം നടത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രബോധനം നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തെറ്റായിരിക്കുന്ന രീതിയാണ്. അത് മതം അനുശാസിക്കുന്നില്ല എന്നതിനാൽ അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, യുദ്ധത്തിലെ സൈനികരാവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഈ അടുത്ത് വലിയ വിഷയം ഇസ്രായേൽ ഗവൺമെൻറ്റും അതേ പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റും ഈ പറയപ്പെട്ട റബ്ബിമാരും തമ്മിലുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സൈനികരുടെ കുറവുണ്ട്. ഒരുപാട് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു, ഒരുപാട് പേർ മരണപ്പെട്ടിരിക്കുന്നു. അതിന് പകരം വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് രാജ്യം നഷ്ടപ്പെട്ടു പോകും, ഗസക്കാർ വീണ്ടും അക്രമം വരും, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സൈനികരായി ചേരാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ റബ്ബിമാർ പറഞ്ഞിരിക്കുന്നത് മതപരമായിരിക്കുന്ന വിരുദ്ധ പ്രവർത്തനമാണ് അല്ലെങ്കിൽ സംസാരമാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്, ഒരിക്കലും അത് അംഗീകരിക്കില്ല, ഞങ്ങളത് ചേരുകില്ല. അങ്ങനെ അവരും വരെ പ്രശ്നങ്ങളുണ്ടായി. ഇവരിൽപ്പെട്ട കുറേ ആളുകാരെ പിടിക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. പിന്നീട് അന്താരാഷ്ട്രത്തിൽ പോപ്പ് പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന്. മതപരമായിരിക്കുന്ന ആചാരാനുഷ്ഠാനത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ വല്ലാത്ത രീതിയിൽ ഭീഷണിപ്പെടുത്താനോ ഒരു സർക്കാരിന് അധികാരമില്ല. അവരെ ഫ്രീ ആക്കി വിടണമെന്ന് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഈ റബ്ബിമാരുമായിട്ട് ബന്ധപ്പെട്ട സെമിത്തേരികൾ, അവരെ ഈ ചികിത്സ ചെയ്യുന്ന ആശുപത്രികൾ, പ്രധാനമായിരിക്കുന്ന രഹസ്യ മേഖലകൾ, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അതിൽ പറയുന്ന ഫയർഫോഴ്സ് പോലെയുള്ള ദുരന്ത നിവാരണ സേവന പോലെയുള്ള ആംബുലൻസ് സർവീസ് പോലെയുള്ള ഇതിനൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന വിഭാഗങ്ങളിലെ മേലുദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത്. 60 മുതൽ 100 വരെ ആളുകൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിത്യേന ഇസ്രായേൽ കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെടുന്നവർ വ്യത്യസ്ത സെമിത്തേരിയിലാണ് അടക്കം ചെയ്യുന്നതെങ്കിൽ പോലും യുദ്ധമായതുകൊണ്ട് ഇതിനൊരു ഏകോപനം ഉണ്ടാവുന്നു. കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കൃത്യമായ രീതിയിലെ കണക്കുണ്ട്, അവർ പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൽ നിന്നാണ് ഇവർ ഈ വിവരങ്ങൾ ചോർത്തിയെടുത്തത്, ശേഖരിക്കപ്പെട്ടത് എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിനകത്ത് ചോർത്തിയെടുത്തത് എന്ന് പറയുന്നു. റബ്ബിമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് രണ്ട് ദുരന്തം, അതായത് ഡിമോണ ദുരന്തവും അതോടെ തന്നെ അറാദ് ദുരന്തവും, ഇറാൻ വരുത്തി വെച്ചിരിക്കുന്ന ഭീകരമായിരിക്കുന്ന ഈ ആക്രമണത്തെ മാറ്റി നിർത്തിയാൽ യഥാർത്ഥത്തിൽ ഇത്രയും ആളുകൾ, കണക്കാണ് പറയുന്നത് 1281 എന്നുള്ളത് പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കാണ്. എന്നാൽ ഇത് ഏകദേശം ഔദ്യോഗികമാണ്, സംഖ്യ കൂടുകയല്ലാതെ കുറയാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ചില സെമിത്തേരിയൊക്കെ 100-ലധികം കുഴികൾ എടുത്തിട്ട് കാത്തിരിക്കുന്ന രീതിയാണ്, അഥവാ ഗസയേക്കാൾ ഭീകരമാണ് എന്ന് ചുരുക്കം. സെമിത്തേരിയിലേക്ക് ഇത്തരം മേഖലയിലേക്ക് പ്രത്യേകപരമായിരിക്കുന്ന തൊഴിലാളികൾ ഇപ്പോൾ കൂട്ടത്തോടു കൂടി കയറി വരുന്നു എന്നും പറയപ്പെടുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല ഇപ്പോൾ ഇവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളില്ലാത്തൊരു വിഷയം വരുന്ന സമയത്ത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബിമാരിൽപ്പെട്ട വിഭാഗങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ഒരു കണക്ക്
ഇസ്രായേൽ ഗവൺമെൻറ് പുറത്തു വിടുകയാണെങ്കിൽ ലോകം തന്നെ ഞെട്ടിപ്പോകും. പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ ആ കാര്യം തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ഒരു യുദ്ധമുഖത്തുള്ള രാജ്യമാണ് എന്നതിനാൽ അത് എല്ലാ രാജ്യങ്ങളും വിശ്വസിച്ചോളണമെന്നില്ല. പക്ഷേ ഇറാൻ അത്യപൂർവമായിരിക്കുന്ന ചില ഞെട്ടിപ്പിക്കൽ ലോകത്തെ ഞെട്ടിപ്പിച്ച് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് സദ്ദാം ഹുസൈനെ പിടികൂടിയിട്ടുണ്ട് എന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇർന എന്ന് പറയുന്ന ഇറാൻ്റെ ദേശീയ പത്രമാണ്, അല്ലെങ്കിൽ ചാനലാണ്. മറ്റുള്ളവരെല്ലാവരും സ്തംഭിച്ചു പോയി നിന്ന് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ 2 മാസം മുമ്പ് തന്നെ സദ്ദാം ഹുസൈനെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വെടിവെച്ച് കൊന്നിട്ടുണ്ടെന്നും സ്ഥലത്തില്ല എന്നുള്ളതൊക്കെ നിരന്തരം വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നില്ലേ, ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇന്ന് പറയുന്നതല്ല നാളെ പറയാം, ഇന്ന് പറയുന്നത് 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും മാറ്റി പറയും. ഞങ്ങൾ എന്താണെങ്കിലും അവിടെ റിജീം ചേഞ്ച്, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കും, പുതിയ ഭരണ സംവിധാനം ഒക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അവരേക്ക് ഭരണം ഏൽപ്പിക്കാൻ പോവുകയാണ്, നിങ്ങൾ സർക്കാരിൻ്റെ മന്ത്രികളൊക്കെ പിടിച്ചെടുക്കൂ, ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്താ, ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു 5 ദിവസത്തേക്ക്. വളരെ പെട്ടെന്ന് മാറ്റങ്ങളുണ്ടാവും. അത് ഈ പറയപ്പെട്ട വിഭാഗങ്ങൾ സാധാരണഗതിയിൽ യൂറോപ്യന്മാർ, അമേരിക്ക, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ചെയ്യുന്നുണ്ട്. യുദ്ധ മേഖലയിലോ യുദ്ധമല്ലാത്ത മേഖലയിലോ അവരുടേതല്ലാത്ത ഏതെങ്കിലും വിഷയത്തിൽ ഒരിക്കൽ പോലും അവർ സത്യം പറയില്ല, ചതി ചെയ്യും, കരാർ ലംഘിക്കും. സാധാരണഗതി അവർ ചെയ്യാറുള്ളതാണ്. ഈ ഒറ്റുകാരെ പോലെയുള്ള വിഭാഗത്തെ ലോകത്തെ എല്ലാ രാജ്യത്തും നിർത്തിക്കൊണ്ട് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും. ആ ചോർത്തിയെടുക്കുക എന്ന് പറയുന്ന സമയത്ത് അടുത്ത വർഷം യുദ്ധം ചെയ്യാൻ വേണ്ടിയൊന്നല്ല, വരാൻ പോകുന്ന ഏതെങ്കിലും കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ആ രാജ്യത്തെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഓരോരോ രാജ്യത്തിൻ്റെയും രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ക്രോഡീകരിക്കുക എന്നുള്ളത് മൊസാദ് സംഘത്തിൻ്റെ സാധാരണ പണിയാണ്. അതുകൊണ്ടാണ് പരമാവധി രാജ്യങ്ങളുടെ രഹസ്യങ്ങളൊക്കെ അവർ തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ലാത്ത, അല്ലെങ്കിൽ അവരുമായിട്ട് വലിയ സൗഹൃദമുള്ള രാജ്യങ്ങളുണ്ടെങ്കിൽ അവരുടെ രഹസ്യം പോലും ചോർത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ മെനക്കെടും. ഉദാഹരണത്തിന് അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്. അമേരിക്കയുടെ പരമാവധി രഹസ്യങ്ങൾ ഇസ്രായേലിന് അറിയാം. എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എപ്സ്റ്റീൻ്റെ പിന്നിലാര? ഇസ്രായേൽ. എപ്പോഴാണ് മനസ്സിലായത്? ഏറ്റവും ഒടുവിൽ. എപ്സ്റ്റീൻ പിന്നെ തൂങ്ങി മരിച്ചതോ അല്ലെങ്കിൽ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതോ ആണ്. ആ എപ്സ്റ്റീൻ ഫയൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴത്തെ ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് അയാളുടെ ആരോഗ്യം ഉള്ള കാലത്ത് എല്ലാ കാലത്തും അയാളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ. അത് അവിടെ വെച്ച് ചെയ്യപ്പെട്ട പ്രവൃത്തി ഏറ്റവും നീചവും ക്രൂരവും 20 മുതൽ 90 കൊല്ലം വരെ ജയിലിൽ കിടക്കേണ്ട ശിക്ഷ പോലും ഡൊണാൾഡ് ട്രംപ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എപ്സ്റ്റീൻ്റെ ഫയലിൽ പറയുന്നു. തലമൂത്ത ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് രാഷ്ട്ര തലവന്മാർ എപ്സ്റ്റീൻ്റെ ഫയലുണ്ട്. 35,000-ഓളം ഫയലുകൾ അയാൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ കുറഞ്ഞ ഭാഗം മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവസ്ഥകൾ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ കള്ളത്തരവും പൊള്ളത്തരവും തന്നെ പറഞ്ഞുകൊണ്ട് യുദ്ധത്തെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ യൂറോപ്യന്മാരും അമേരിക്കയും ചെയ്യാറുള്ളതാണ്. ഇതിൻ്റെ ഭാഗത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യം പുറത്തു വിടാത്തത്. 1281 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല, ഇറാനിൽ മരിച്ച ആളുകൾക്ക് തുല്യം തന്നെയാണ്. ഒരു പക്ഷേ ഇത് കൃത്യമായ ഉയരം വരികയാണെങ്കിൽ 1280 അതിലും ഒരുപാട് ഉയരത്തിലുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.